ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു മീനച്ചാർ ഉണ്ടാക്കിയാലോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ 1/2 കിലോ മീൻ എടുത്തിട്ടുണ്ട്. ഇത് കേര എന്ന് പറയുന്ന മീനുണ്ടല്ലോ, അതാണ് ഇത്. അതിനാവശ്യത്തിലുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കുരുമുളക് ഞാൻ എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാമേ. ഞാൻ ഈ കല്ലിലിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. അങ്ങനെയാണ് ഈ കല്ലിലിട്ടാണ് എല്ലാം പൊട്ടിച്ചെടുക്കുന്നത്. മിക്സിയിലിട്ട് അരയ്ക്കത്തില്ല. മിക്സിയിലിട്ട് അരച്ചാൽ ഇതങ്ങ് പേസ്റ്റ് പോലായി പോവേ. ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഈ കുരുമുളക് ഇതെല്ലാം കൂടി ഇതിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കാമേ. ഇത് മിക്സിയിലിട്ട് അരയ്ക്കുന്നതിനെക്കാട്ടി ഇങ്ങനെ ചതച്ചെടുക്കുന്നതാണ് ടേസ്റ്റ്. അത് ഞാൻ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ. ഈ മസാലയെല്ലാം ഇതെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയേ. അത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാമേ, ഈ മസാലയെല്ലാം ഇതിൽ പിടിക്കാൻ വേണ്ടിയേ. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. ഞാൻ എടുത്തിരിക്കുന്ന ഇത് നല്ലെണ്ണയാണ്. ഇത് അച്ചാർ ഉണ്ടാക്കാനൊക്കെ ഇതാണ് നല്ലത്. ഇത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇത്തിരി വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇതല്ലെങ്കിൽ അങ്ങ് പൊടിഞ്ഞു പോകാനിടയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വലിയ പീസായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാമേ. ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആകാറായിട്ടുണ്ട്. ഇത് നല്ലെണ്ണയിൽ മാത്രമേ ഉണ്ടാക്കാവൂ, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഇട്ടാൽ ഇത് പൂത്ത് പോകാനിടയുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് എടുത്ത് മാറ്റാം. കൂടുതൽ ഫ്രൈ ആയാൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകാനിടയുണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ മീൻ കുറവായിട്ട് ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, കാരണം ആദ്യം മീനിൽ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇതിലിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇത് വറക്കാത്ത പൊടിയാണല്ലോ, അതുകൊണ്ട്. കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. കുറച്ച് കായപ്പൊടി അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുവാണ്. വിനെഗറും കൂടെ ഒഴിച്ച് കൊടുക്കുവാണ്. വിനെഗർ ഞാൻ അധികം ചേർത്തില്ല, ഞാൻ കുറച്ചേ ചേർക്കുകയുള്ളൂ. പൂത്ത് പോകാതിരിക്കാനാണ് ഈ വിനെഗർ ചേർക്കുന്നത്. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതും കൂടി ഇട്ട് കൊടുക്കാണ്. ഇതിൽ ഞാൻ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ 1/2 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഇത് ഓഫ് ചെയ്യുവാണ്. ഇത് ഇതിലേക്ക് മാറ്റുവാണ്. അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.